ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ എൻ്റെ കുറേ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്ന ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പം ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് എന്താ മീനാണെന്നറിയാം. ആ മത്തിയില്ലേ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ എപ്പോൾ എടുത്താലും ഇത് ഫ്രഷായിട്ടിരിക്കുമെന്ന്. വെള്ളം ഒഴിച്ച് വെച്ചാൽ അടിപൊളി ഫ്രഷായിട്ടായിരിക്കുന്നത്. ഇനി ഇതെനിക്കൊന്ന് വെട്ടണം. ഞാൻ പെട്ടെന്ന് വെട്ടി കൊണ്ടുവന്ന് നമുക്ക് നല്ല സൂപ്പർ ഒരു കറി വെക്കാം. മത്തിക്കറി. മത്തി എന്നാ ചില സ്ഥലങ്ങളിൽ ഇതിനെ പറയുന്നത്, ഞങ്ങൾ പറയുന്നത് ചാള എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചാള എന്നാന്നേ പറയുന്നത്. അപ്പം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ചാളയായിരിക്കും. ചിലരിതിനെ മത്തി എന്ന് പറയുന്നത് കേൾക്കാം. പക്ഷേ മത്തി എന്ന് പറയുന്നത് ഞങ്ങളിവിടെ പറയുന്നത് ഇത് ഇച്ചിരി പരന്ന്, ഇതിൻ്റെ പ്രതലം ഇച്ചിരി പരന്ന മീനെയാണ് നമ്മൾ മത്തി എന്ന് പറയുന്നത്. അപ്പം എനിവേ ഞാൻ ഇത് എളുപ്പം വെട്ടിയെടുത്തുകൊണ്ട് വന്ന് സൂപ്പർ ഒരു കറി വെക്കാം. ഇതിൻ്റെ കൂടെ ഇച്ചിരി നമ്മുടെ ഈ ചീനി ഇതില്ലേ കപ്പയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പം നമുക്ക് ഏതായാലും കറി വെക്കാം. മീൻ നല്ല കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു. അപ്പം ഇപ്പത്തെ വെച്ച് കാണിക്കഴിഞ്ഞേ ഞാൻ ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓണാക്കാം. ഇതിനകത്ത് കുറച്ച് പരിഞ്ഞിയിലുണ്ട് കേട്ടോ. ഈ പരിഞ്ഞിയിലും ഇതിനകത്ത് എനിക്ക് എന്നെ മീൻകാരി പറ്റിച്ചു. ഒരു കോക്കോല, അതായത് മുതുകുളപ്പൻ എന്ന് പറയുന്ന ഒരു മീനാണിത് കേട്ടോ. നിങ്ങൾക്ക് കാണാതിരിക്കും നല്ലതുപോലെ. മുതുകുളപ്പൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതേ ഈ അടുപ്പിൽ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് മീനിടുമ്പോൾ ചെറിയ ചൂടടിച്ചാൽ പോലും അത് മാംസം വിട്ട് വരും കേട്ടോ. അങ്ങനെയാണ് അതിന് മുതുകുളപ്പൻ എന്ന് പേര് വന്നെന്ന എൻ്റെ ഒരു ഊഹം. അത് ശരിയാവാനാ സാധ്യത. അതെനിക്കറിയില്ല, എങ്ങനെ ആരും അങ്ങനെ പറഞ്ഞും കേട്ടിട്ടില്ല. മുതുകുളപ്പൻ എന്ന് പേര് വരാൻ കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത് ചൂടടിച്ചാൽ അതിങ്ങനെ വിട്ട് വരും അതിൻ്റെ മാംസ കഷ്ണങ്ങൾ. അപ്പം എനിവേ ഇതൊന്ന് ശരിയാവട്ടെ. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ. നല്ല സൂപ്പർ ഒരു കറിയാക്കി എടുക്കാം നമുക്ക്. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുടംപുളി തന്നെ ഇട്ട് വെക്കാം. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക്. നിങ്ങളിങ്ങനെയാണോ വെക്കുന്നത്? ഓണമൊക്കെ ആകുമ്പോഴത്തേനും പച്ചക്കറിയൊക്കെ വില കൂടി കയറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തക്കാളിക്കൊക്കെ ഭയങ്കര വില. തക്കാളി 2 കിലോ 100 രൂപ ഇന്ന് കേട്ടോ. ഞാൻ തക്കാളി മേടിച്ച് 2 കിലോ 100 രൂപ. ഒരല്പം കടുക് പൊട്ടിക്കാം നമുക്ക്. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ തക്കാളി ഇതൊക്കെ ഒന്ന് വെട്ടുവാണ് നടുഭാഗം. അപ്പം നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. രാവിലെ എടുത്തതിൻ്റെ ബാക്കി ഇച്ചിരി കറിവേപ്പിലയുണ്ട്. അത് നമുക്ക് കടുക് പൊട്ടിയ ഉടൻ കേട്ടോ. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടിയാലുടൻ നമ്മൾ തക്കാളി നീളത്തി അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു വലിയ തക്കാളി കേട്ടോ. ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ടേക്കാം. ഇനി അതൊന്ന് വഴണം കേട്ടോ. ഒന്ന് വഴലട്ടെ. തക്കാളി ചെറുതായിട്ട് വഴലണം. അപ്പോഴത്തേനും ഞാനിവിടെ മുളക്, മല്ലി, മഞ്ഞളെല്ലാം കൂടെ ഈ ജാറിനകത്ത് തന്നെ, എൻ്റെ ചെറിയ പൊടിക്കുന്ന ജാറില്ലേ, ഞാൻ എപ്പോഴും ഈ ബ്ലേഡ് ഊരി കഴുകും കേട്ടോ. അരയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറത്തില്ല, അത് പിന്നെ അണുക്കളായി. അപ്പോൾ ആ ബ്ലേഡ് ഊരിയതിൻ്റെ കൂട്ടത്തിൽ വാഷർ എവിടെയാണ് നഷ്ടപ്പെട്ട്, കൊണ്ടുപോയി വാഷർ ഒടിയിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്താക്കുന്നു. അപ്പോൾ എളുപ്പപ്പോയി ഇത് വഴണ്ട് വരുമ്പോഴത്തേനും എളുപ്പപ്പോയി ഇതൊന്ന് കുതിർത്തതൊന്ന്. വെക്കുന്നതിന് മുമ്പ്
ഇന്ന് വിചാരിച്ചതാ അത്, പെട്ടെന്ന് പിന്നെ അതിനകത്തങ്ങ് ഇട്ടുപോയി. പിന്നെ എനിക്കത് എന്താണെന്നറിയോ, ഒന്ന് ചൂടാക്കിയിട്ട് മുളക് മല്ലി ഒന്ന് വറുത്തിട്ട് കുതിർത്ത് അരച്ചെടുത്താൽ കുറേ കൂടെ നല്ലതാണ് കേട്ടോ. അപ്പം ഏതായാലും ഞാനിപ്പോൾ അത് വാങ്ങിയിട്ട് നല്ലതല്ലേ, കാണാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്, തക്കാളി എല്ലാം ഇനി ഈ അരച്ചത് ഇട്ട് കൊടുക്കും. അതൊന്ന് എണ്ണ കിടന്നൊന്ന് വഴലട്ടെ കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം. ഈ മുളക് മല്ലിയും മഞ്ഞളും ഒക്കെ ഞാൻ എന്താണെന്നറിയാം ഒരളവ് പറയാത്ത, ചിലർ എരി കൂടുതൽ കഴിക്കുന്നവരായിരിക്കും. അപ്പോൾ അത് വെറുതെ അവർക്ക് കൺഫ്യൂഷൻ ആവണ്ട. എരിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിൽ തന്നെ ചേർക്കാം, ഒരു ടേസ്റ്റിനും വ്യത്യാസം ഉണ്ടാകത്തില്ല. പക്ഷേ ഇത് രീതിയിൽ ചെയ്യണം, എങ്കിൽ മാത്രമേ ആ ടേസ്റ്റ് ഉണ്ടാവൂ. എരിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിൽ തന്നെ കേട്ടോ. ഇതൊന്ന് എണ്ണയിലൊന്ന് വഴണ്ട് വരണം. നമ്മുടെ മീനിൻ്റെ എണ്ണ തെളിഞ്ഞത് നോക്കെ കറിയുടെ. അപ്പം ഇതിനകത്ത് ഇനി നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന പുളി ഇട്ട് കൊടുക്കാം. പുളിവെള്ളവും ആവശ്യത്തിന് ഉപ്പും കേട്ടോ മതി. ആവശ്യത്തിന് ഉപ്പും പിന്നെ പുളിയിട്ടല്ല, പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നെ ഇട്ട് കൊടുക്കാം. ഒന്ന് തിളയ്ക്കുമ്പോൾ മാത്രം ഇനി ആ മീൻ പറക്കിയിട്ട് കൊടുക്കണേ. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ മുതുവളപ്പനെ കാണിച്ചു തരാം. ഇത് മുതുവളപ്പനും പിന്നെ കുറേ നമ്മുടെ ഇതുണ്ട് പരിഞ്ഞിയിൽ, അതും കൂടെ ഞാൻ വറുക്കും കേട്ടോ. ഇപ്പോൾ ഇല്ല, ഇതിപ്പോൾ രാത്രിയല്ലേ, നമുക്ക് രാവിലെ വറുക്കാം. പുരട്ടി വെച്ചിരുന്നാലേ നല്ല സൂപ്പറായിട്ട് രാവിലെ ഒന്ന് വറുക്കും. ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ നിങ്ങൾ? ഈ മുളകും മല്ലിയും ഒന്ന് വറുത്തിട്ട് എണ്ണ കുതിർത്ത് വെച്ചാൽ മോർ ബെറ്റർ കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പം ആ പച്ച ഇതെല്ലാം മാറത്തില്ല. ഇനി പകരമാണ് ഞാൻ അങ്ങനെ ആക്കിയാലും ഞാൻ ഇതിനകത്തിട്ട് ഇച്ചിരി വഴട്ടും. അപ്പം മീൻ വരഞ്ഞ് വെച്ച് ഇനി അത് ഒന്ന് പുരട്ടി വെക്കണം. എളുപ്പം ഒന്ന് തിളക്കട്ടെ. തിളയ്ക്കുന്നുണ്ട്. നമ്മുടെ മീൻ ഇട്ട് കൊടുക്കും. കണ്ടല്ലേ മീൻ ചാള, നല്ല കൊഴുത്ത ചാള. അതുകൊണ്ട് ഞാൻ ആ തലയും കൂടെ ഇട്ട്, തലയുടെ ഒരു ടേസ്റ്റും കൂടി ഇതിനകത്ത് കിട്ടും. നമ്മൾ വറക്കുമ്പോഴാണ് സാധാരണ ഇങ്ങനെ ചാളയുടെ ഇങ്ങനെ തല ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ നോക്കിയപ്പം നല്ല മുഴുത്ത ചാള. അപ്പോൾ വിചാരിച്ച് അതും കൂടെ എടുക്കാമെന്ന്. ഇനിയൊന്ന് ഇത് ഇപ്പം തിളച്ചല്ല, ഇനി നമുക്ക് പതുക്കെ സിമ്മിലിട്ടിട്ട് അതിനെ ഒന്ന് പരുവപ്പെടുത്തി എടുക്കാം. എന്താ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ തവി വെച്ചൊന്ന് താത്ത് കൊടുക്കാം. ഇളക്കുമല്ല ചെയ്യുന്നത്, എല്ലാം താരാനുള്ള വെള്ളമുണ്ട്. ഉണ്ടോ? അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി നമുക്ക് മീൻകറി എടുക്കാൻ പറ്റും. അപ്പം അതവിടെ ഇരിക്കട്ടെ. ഈ മീൻകറി അടിപൊളിയായിരിക്കും കേട്ടോ, ചാളയ്ക്ക് അത്ര ടേസ്റ്റും ഉണ്ട്. നമുക്ക് ഒന്ന് നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന്. ഉപ്പൊന്ന് നോക്കാം ഫസ്റ്റ്. ഉപ്പും പുളി കൂടുതലാണെങ്കിൽ പുളി അങ്ങ് എടുത്ത് കളയാം. പുളി കറക്റ്റാണിപ്പോൾ, ഞാൻ ആ പുളി അങ്ങ് എടുത്ത് കളയാം. അതുകൊണ്ട് ഇനി കിടന്നാൽ നമുക്ക് പണി കിട്ടും കേട്ടോ. അതുകൊണ്ട് ആ പുളി അങ്ങ് എടുത്ത് മാറ്റി നമ്മുടെ ഈ മീൻ ഫ്രൈ ചെയ്യാനുള്ള സാധനമില്ലേ അതിനകത്തോട്ട് എടുത്തിട്ട് ആ പുളി അതിനകത്ത് പിടിക്കട്ടെ. രാവിലെ ആകുമ്പോഴത്തേനും പിടിച്ചിരിക്കും. ഇതിനകത്ത് എനിക്ക് ഇളക്കാനും പേടിയാവും. ഒരു കഷ്ണവും കൂടെ ഉണ്ട്, അതും കൂടെ എടുത്ത് മാറ്റിയെങ്കിലേ ഈ പുളി കിട്ടി കേട്ടോ. പുളി ഇപ്പോൾ കറക്റ്റാണ്.
അപ്പോൾ നമുക്ക് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പും പുളിയും എല്ലാം കറക്റ്റ്. എല്ലാം വെക്കുമ്പോൾ ഒരു സ്മെല്ല്, അതായത് എല്ലാം പാകത്തിനാണെങ്കിൽ ഒരു സ്മെല്ല് കേട്ടോ. അപ്പം അത് കറക്റ്റായിരിക്കും, അതറിയാവുന്നവർക്ക്. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് ആൾക്കാർക്ക് കിട്ടുന്നൊരു പുണ്യമാണത്. കറക്റ്റ്, ഭയങ്കര ടേസ്റ്റ്. എൻ്റെ കയ്യിൽ കുറച്ച് മരച്ചീനി വേവിച്ചതിരിപ്പുണ്ട്, അത് ഞാൻ എടുക്കുന്ന ആളെ. അപ്പം ഞാൻ എൻ്റെ ഈ വറുക്കാനുള്ളതിനകത്ത് എടുത്ത് കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് ഒരു നുള്ള് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കും ഞാൻ കേട്ടോ. ടേസ്റ്റ്, ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ഫ്ലേവറാണ്. നമ്മുടെ ഈ കുരുമുളകിനെ ഇട്ട് കൊടുത്ത് അത്രയും മതി, എരി ഉണ്ട് ആവശ്യത്തിന് കേട്ടോ. ഇനി എൻ്റെ കയ്യിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഓഫാക്കാം. സൂപ്പർ കറി ആയില്ലേ. ഇത് തന്നെ വേറെ രീതിയിലും വെക്കും. എങ്ങനെയാണെന്നറിയാമോ? സവാളയും തക്കാളിയും കൂടെ വഴട്ടും. സവാളയും തക്കാളിയും കൂടെ വഴറ്റിയിട്ട് ആ തക്കാളി വഴട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ സവാളയും കൂടെ, അതും നല്ല ഒരിക്കൽ കാണിക്കാം നിങ്ങളെ. ഞാൻ എൻ്റെ ചാനലിൽ ഉണ്ടെന്ന് തോന്നുന്നു, കുറേ വീഡിയോ ഇട്ടിട്ടുള്ളതല്ലേ, ഉണ്ടാവണം. അപ്പം അതങ്ങനെ വെച്ചാൽ സൂപ്പറായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ അങ്ങനെയും മത്തിയാണ് വെക്കാൻ, ഇങ്ങനെ വെക്കാൻ നല്ലത്. ആ കുരുമുളക് ഇട്ടിട്ട് ഞാനൊന്ന് ചുറ്റിച്ചു കൊടുത്തില്ല, ഒന്ന് ചുറ്റിച്ചും കൂടെ കൊടുക്കാം കേട്ടോ. ചട്ടി തന്നെ ഇരിക്കുന്നതുകൊണ്ട് രാവിലെ ആകുമ്പോൾ നല്ല പരുവായിട്ടിരിക്കും. ഇത് വലിയ അടപ്പായിപ്പോയി, ഞാൻ എടുത്തോണ്ട് അടച്ചത് ചെറിയ അടപ്പെടുത്തോണ്ട്, അല്ലെങ്കിൽ സാധാരണ അടയ്ക്കുന്ന അടപ്പായാലും മതി. ഇത് കറക്റ്റ്. നമുക്ക് അതിൻ്റെ കണ്ട. അപ്പോൾ ഇത് കണക്ക് നിങ്ങൾ വെച്ച് നോക്കണേ. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കി നമുക്കതൊന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയും കൂട്ടി ചോറുണ്ണുമ്പോൾ എന്ത് സുഖമായിരിക്കും എന്നറിയാം. അപ്പം ഞാൻ ആ മീനെ ഇരിക്കുന്നത് ഒന്ന് പുരട്ടി വയ്ക്കാം നമ്മുടെ പരിഞ്ഞിയിൽ കൂടെ. ഇത് മാത്രം കിട്ടണം പരിഞ്ഞിയിൽ, അങ്ങനെ കിട്ടത്തില്ല. ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ളത് കൊണ്ട് എല്ലാവരും അത് വെട്ടിക്കൊടുക്കുക. ചില മീൻകാരികൾ ഇത് വെട്ടിക്കൊടുക്കും, ചിലർക്കിത് ഇഷ്ടമല്ല. ഇത് ഇഷ്ടമല്ലെന്നല്ല, മീൻകാരികൾ കൊടുക്കത്തില്ല, അതങ്ങ് അവർ കാട്ടാക്കും. വെച്ചാൽ രാവിലെ ഇത് പൊരിച്ചെടുക്കാം. അങ്ങനെയുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് എല്ലാ അമ്പലങ്ങളിലും പോയിട്ട് ഞാൻ ഭസ്മമാണെങ്കിലും മഞ്ഞപ്പൊടി ആണെങ്കിലും ഇതുപോലുള്ള പാത്രങ്ങളിലിട്ട് വെക്കും. അപ്പോൾ രാവിലെ കുളിച്ച് വൃത്തിയായിട്ട് വന്നിട്ട് അത് ആദ്യം എടുത്തങ്ങ് തൊടും. വേറൊന്നും, ഒരു പൗഡർ ആവട്ടെ ഒന്നും ചെയ്തില്ല. ഈ പൊട്ട് സ്ഥിരം എൻ്റെ നെറ്റി കാണുന്നത്. ഇതല്ലാതെ മാറ്റി ഒരു പൊട്ട് ഞാൻ വെക്കത്തില്ല. ഇടയ്ക്ക് എപ്പോഴോ വലിയ പൊട്ട് ഒരു സ്റ്റിക്കർ, ഇത് കിട്ടിയില്ല, ഇതിനേക്കാൾ വലിയ സ്റ്റിക്കർ ഒരെണ്ണം മേടിച്ച് വെച്ച്. അപ്പോൾ എല്ലാവരും പറഞ്ഞത് വലിയത് കൊള്ളത്തില്ലെന്ന്. പിന്നെ ഞാൻ ഇത് തപ്പി, നമുക്ക് ഇവിടെ കൊല്ലത്ത് വാങ്ങിക്കുന്ന ഒരു കടയുണ്ട്, അവിടെ ഞാൻ പറഞ്ഞു വെച്ചിട്ട് അവർ അത് ഓർഡർ കൊടുത്തിട്ട് എനിക്ക് കുറേ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. തീരുമ്പോൾ പിന്നെ അതിന് മുമ്പ് ഓർഡർ കൊടുക്കാമല്ലേ. ചിലപ്പോൾ ഇത് വരാറില്ല, ചിലപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും കറുപ്പാണ് ഇതിൻ്റെ ഇഷ്ടം. അപ്പം ഞാൻ എൻ്റെ പിള്ളേരുടെ കൂടെ കുറച്ച് നേരം ഇരുന്നില്ല, അവരുടെ കൂടെ കുറച്ച് നേരം ഇരിക്കണം. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഈ വയസ്സിലും രാവിലെ തുടങ്ങുന്ന പണി ഇപ്പം വരെയും നീണ്ടു നിൽക്കുന്നു.
ഇനി ഉറങ്ങുമ്പോൾ ഒരു നേരമാവും. അതാണ് ഈ ക്ഷീണം. മനസ്സിലായേ? എല്ലാം ഒരു കയ്യിലൂടെ പോകണ്ടേ. കുറച്ച് വെച്ചാൽ മതിയെങ്കിലും എല്ലാം ജോലിയല്ലേ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ദൈവം ഇങ്ങനെ അസുഖമൊന്നും ഇല്ലാതെ മുമ്പോട്ട് നീക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചെറുതായിട്ട് ലൈക്കും കൂടെ ചെയ്യണേ കാണുന്നവർ. ഓക്കെ, ബൈ.